സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് 43 ദിവസം. ആശമാരുടെ ഉപവാസം 5ാം ദിവസത്തിലേക്ക്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൂട്ടുപവാസം ഇന്ന് രാവിലെ 10-ന് ഡോക്ടർ പി ഗീത ഉദ്ഘാടനം ചെയ്യും. പിന്തുണയറിയിച്ച് വീടുകളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഹെൽത്ത് സെന്ററുകളിലും ഉപവസിക്കുമെന്ന് ആശമാർ. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. യോഗം ക്യാമ്പസുകളിൽ നടക്കം. ലഹരി പിടികൂടുന്നത് പതിവായ പശ്ചാത്തലത്തിൽ. BJP സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. പ്രഖ്യാപനം രാവിലെ 11-ന് കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി നടത്തും. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത നോമിനിയായി. സംസ്ഥാനത്തു നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തീരുമാനിക്കും. മുഴുപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുന്നത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. DP ചന്ദ്രശേഖർ വധക്കേസ് പ്രതി TK രജീഷ് അടക്കം 9 പേർ കുറ്റക്കാർ. സൂരജ് കൊല്ലപ്പെടുന്നത് 2005 ഓഗസ്റ്റ് 7-ന്. അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിനിടെ കാനഡയിൽ ദേശീയ തെരഞ്ഞെടുപ്പ്. അധികാരമേറ്റതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി. വോട്ടെടുപ്പ് നടക്കുക ഏപ്രിൽ 28-ന്. അഭിപ്രായ സർവേയിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം. വോട്ടെടുപ്പ് നേരത്തെയായാൽ ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ലിബറൽ പാർട്ടി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിവ് തെറ്റിക്കാതെ മുംബൈ ഇന്ത്യൻസ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ പരാജയം 4 വിക്കറ്റിന്. മുംബൈ ആദ്യ മത്സരം തോറ്റു തുടങ്ങുന്നത് തുടർച്ചയായി 13 സീസണുകളിൽ. ഇന്ന് ഡൽഹി ക്യാപിറ്റൽ ലക്നൌ സൂപ്പർ ജെയിൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്.